സാധാരണ അമ്മമാരാണ് മക്കളെ എണ്ണ അയച്ചു കുളിപ്പിക്കുമ്പോൾ പാട്ട് പാടണം. ഇതിപ്പോ അമ്മയ്ക്ക് എണ്ണ അയച്ചു തന്നോണ്ട് മോള് പാട്ട് പാടണം. കലികാല വൈഭവം. ഇതെന്തുമ്മ പൊള്ളി ബബിള് പോലെ പൊട്ടിക്കല് നല്ല വേദനയുണ്ട്. എപ്പോ പൊള്ളി? അന്ന് അച്ഛന് പെട്ടെന്ന് പോണെന്ന് പറഞ്ഞില്ലേ, പയറ് വേവിച്ചോണ്ട് കുക്കർ പെട്ടെന്ന് തുറന്നപ്പോ അതിന്റെ ആവി അടിച്ചു പൊള്ളിയത്. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നെ കൊണ്ട് ഇങ്ങനെ ഇട്ട് തടവിപ്പിക്കുന്നേക്കാളും നല്ലത് ഹോസ്പിറ്റലിൽ പോകുന്നതാണ്. ഹോസ്പിറ്റലിൽ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ചെറിയ വേദനയല്ലേ. നീ ഇപ്പൊ ഇങ്ങനെ തടവി തരുമ്പോ നല്ല സുഖമുണ്ട്. മതി, ഇത് മതി, മാറും. 2 ദിവസം സുഖമുണ്ട് അല്ലേ? സോപ്പിടലാണെങ്കിൽ എനിക്കൊന്ന് സുഖിച്ചു. അമ്മയ്ക്ക് ഈ പേടി കാരണമല്ലേ അമ്മ ഹോസ്പിറ്റലിൽ പോകാതിരിക്കുന്ന? പേടിന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതും കൊണ്ട് പോകും. അവന്മാര് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോരോ അസുഖങ്ങളായിട്ട് കണ്ടുപിടിച്ച് അതിനുള്ള മരുന്നൊക്കെ കഴിക്കേണ്ടി വരും. പ്രഷർ, ഷുഗർ എന്ന് പറഞ്ഞിട്ട് ഓരോന്നായിട്ട് വരും. അതിനേക്കാളും നല്ലത് ഇവിടെ നമുക്ക് തൽക്കാലം വീട്ടിലുള്ള പ്രയോഗങ്ങളൊക്കെ വെച്ച് അങ്ങനെ രക്ഷപ്പെട്ടു പോണതല്ലേ. സൂചി കുത്താൻ മേടിച്ചിട്ട് തൂമ്പഴം എടുക്കാൻ പോകുന്നതിന്റെ ഗതികേടായിരിക്കും ഇനി വരാൻ പോകുന്നത്. നിന്റെ ഉപദേശം കൂടി കേൾക്കാൻ വയ്യ, നാട്ടുകാർ മൊത്തം ഉപദേശിച്ചു. ഇടി ചെറിയ വേദന ഇതൊക്കെ വരും. ഒരു പ്രായം ആവുമ്പോഴത്തേക്കും കൈയും കാലും ഒക്കെ നീരൊക്കെ വരണം, സ്വാഭാവികം. അമ്മക്ക് പേടിയല്ലേ അമ്മ? സത്യം പറ. ആണ്, എനിക്ക് പേടിയാണ്, ചെറിയ പേടിയുണ്ട്, സത്യമാണ്. പക്ഷെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പോവാല്ലോ. ഇതിപ്പം ചെറുതാണ്. എന്തോന്ന്, നിനക്ക് ചായ വേണോ? ചായ വേണോ അമ്മ? ഒരു വിത്തോട്ട് കിട്ടിയാ കൊള്ളാം. വിത്തൗട്ടല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് അറിയോ? എനിക്ക് ചായ വേണം. അപ്പൊ നീ പോയി ചായ ഉണ്ടാക്കും. അപ്പൊ ആ കൂട്ടത്തിൽ നിനക്ക് വിത്തൗട്ടോ വിത്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ നീ ഉണ്ടാക്കി കുടിച്ചോ. കൂട്ടത്തിൽ ഒരു ചായ എനിക്ക്. രാവിലെ തന്നെ എനിക്ക് പണി തരുകയാണല്ലേ? ആദ്യം കൈ, ഇപ്പൊ ചായ. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം. അയ്യോ വേണ്ടേ, ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. എന്നിട്ട് വേണം പറയാം, പെറ്റ തള്ളക്ക് ചായ തന്നില്ലേ, താഴ്ച വെള്ളം പോലും തരാത്ത കൊച്ചാണേ എന്ന് പറഞ്ഞിട്ട് വിളിക്കാനല്ലേ? അങ്ങനെയൊക്കെ ചിലപ്പോ പറഞ്ഞു വരും. വേണ്ട, വേലങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി, ഞാൻ തന്നെ ഇട്ടോളാം. നല്ല വെച്ച് പൈസയായിട്ടുണ്ടോ? ചൂട് വേണം, നല്ല തിളക്കണ ചൂടിൽ കിട്ടണം. നാവ് കൊള്ളാൻ നോക്കണേ. എന്നാലും അളിയാ, ഇതൊരു 200 രൂപയ്ക്ക് നഷ്ടമല്ലേ അളിയാ? എവിടെ ഇപ്പൊ മീനൊക്കെ ഭയങ്കര വിലയാ. മീനിന് വിലയാണ്, എന്നാൽ ഈ ചൂര ഇപ്പൊ ഉള്ള സീസണാണ്. അല്ല, ഇത് ഇത്ര കൊടുക്കണോ അളിയ? പിന്നെന്ന് പറഞ്ഞാലേ ഇപ്പോഴത്തെ മീനല്ല എന്ന് പറഞ്ഞാൽ രാസവളം ഇട്ട് വളർത്തുന്ന മീനാ. രാസവളോ? എന്തുവാ അത്? ഏതാണ്ട് കെമിക്കൽ ഫോർമാലിട്ട് ഉണ്ടാക്കുന്ന മീനാണ്. അതല്ല, ഈ തൂത്തുക്കുടി എന്നൊക്കെ വരണ മീനാണ്. അതെ, അല്ലാതെ എന്റെ ഒക്കെ കുഞ്ഞുനാളില് 1 രൂപയ്ക്ക് 10 ഇല്ലാതെ ഇത്രയുള്ള കിട്ടും. അത് അന്നൊക്കെ മത്തി ഉണ്ടല്ലോ. മത്തിയൊക്കെ അങ്ങോട്ട് വെട്ടിയിട്ട് നല്ല കുരുമുളകൊക്കെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ടങ്ങോട്ട് പെരട്ടി വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് വറക്കണം. എന്നിട്ട് ചൂട് ചോറിന്റെ കൂടെ പറഞ്ഞു കൊതിപ്പിക്കാതെ. ഇപ്പൊ മത്തി കിട്ടില്ലല്ലോ. നല്ല ഫ്രഷ് മത്തി കിട്ടണം. ചൂട് ചോറിന്റെ കൂടെ വേറെ ഒരു കറിയില്ല. ഇങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ വറുത്തോണ്ട് വരണം. അതുകൊണ്ടിങ്ങനെ ചോറിനകത്ത് ഓക്കെ, ഇത് കുറച്ച് വറക്കുകയും ചെയ്യാം. പകുതി വറക്കാം. പിന്നെ കൊടമ്പുള്ളി ഇട്ട് നല്ല കറി, അത് മണി സൂപ്പർ ആക്കും. ചൂര, പച്ചച്ചൂര ലാഭത്തിന് 200 രൂപ. രണ്ടുപേരും കൂടെ വെറുതെ നടക്കാനെന്ന് പറഞ്ഞ് പോയിട്ട് അവസാനമുള്ള സാധനം വാങ്ങിച്ചോണ്ട് വന്ന. ഒന്നാമത് മനുഷ്യന്റെ കൈ വയ്യ. മീന് വാങ്ങിച്ച സ്ഥിതിക്ക് ഒന്ന് വാങ്ങിച്ചോണ്ട് വന്നുകൂടായിരുന്നോ? അതെ, മുറിക്കണമെങ്കിൽ 50 രൂപ എക്സ്ട്രാ കൊടുക്കണം അവര് പറഞ്ഞു. വെറുതെ 50 രൂപ കൊടുക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് മുറിക്കാന്നില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ മുറിച്ചില്ല. അളിയന്റെ പിശുക്കാ. അളിയന്റെ പിശുക്കും അളിയന്റെ സ്നേഹമൊക്കെ കൂടെ ചേർന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ചിരുന്ന മുറിച്ചാൽ മതി. എനിക്കിവിടെ കൈ വയ്യ. അല്ല, ഇത് പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ മുറിച്ചതാ ഞാൻ വെച്ചു തരാം, കറി ഉണ്ടാക്കി തരാം. കറിയാ പോയി മുറിച്ച് കറി വയ്ക്കാൻ പിന്നെ ആർക്ക് അറിഞ്ഞൂടാ? അതിന് നിന്റെ സഹായം വേണം. ഓ, നീ മുറി. എനിക്ക് എന്തായാലും വയ്യ, എന്റെ കൈ വയ്യ. എന്തായാലും ഒരു കാര്യം ചെയ്യും, അളിയനെ എങ്ങനെയാച്ചാ മുറിക്കുകയോ പിച്ച് ചെയ്ത് എന്താ ചെയ്തിട്ട് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് സന്തോഷത്തിരുന്ന് കഴിച്ചു സഹായിക്കാം. ഓക്കെ, ശരിയാ? ഓക്കെ, ബൈ. ഒന്നുമില്ല, ഇതല്ലാതെ പറഞ്ഞാലും പറയണ്ടോ? ഇല്ല, ശരി. അതെ, ഇവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ സ്വഭാവം ഉണ്ട്. ഇന്നാളൊരു ദിവസം ഉണ്ടല്ലോ, നല്ല ചെമ്മീൻ ലാഭത്തിന് കിട്ടി. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ വന്നപ്പോ ഇവൾക്ക് വയ്യാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുത്തിയിരുന്നു, അത് ക്ലീൻ ചെയ്ത് ഉച്ച 1 മണിയായി കഴിഞ്ഞപ്പോ ഇതിപ്പോ എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം, റിങ്കിയെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അവൾക്കറിയാം, ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കേണ്ടത്. അവളെ കൊണ്ട് അല്ല, അവള് സമ്മതിക്കുവളിയാ. അതെ, അവളെ ഒന്ന് പൊക്കി പറഞ്ഞാ മതി, ആ സ്പിരിറ്റ് അവള് ചെയ്യും.
അളിയന്റെ അതേ സ്വഭാവം തന്നെ. അളിയം ചെല്ല് 200 രൂപയ്ക്ക് വാങ്ങിക്കണ്ടായിരുന്നു. ലാഭം അളിയ. ലാഭം. അതെ, നമുക്ക് പണിയായില്ലേ?